ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറന്നിരിക്കുക. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800-ൽ അധികം പോലീസുകാരെയാണ് ഇത്തവണ നിയോഗിച്ചിട്ടുള്ളത്. 1.5 ലക്ഷം ഭക്തരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 15-ന് രാത്രി കീഴ്ക്കാവിൽ നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കുകയും ചെയ്യും. നവമി ദിനേശാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ചേരുന്നത്. നവമി, ഈ ആറ്റുകാലിന് സമാനമായ തരത്തിൽ തന്നെയൊക്കെയുള്ള വലിയ ഒരുക്കങ്ങൾ ആണ് നടത്താറുള്ളത്. പുറത്തേക്ക് അടക്കം, അതായത് ക്ഷേത്രത്തിന് പുറത്തേക്കടക്കം നീണ്ടു നിൽക്കുന്ന ക്യൂ, അവിടെയൊക്കെ ഈ ചൂടുകാലത്ത് പന്തലൊക്കെ ഒരുക്കിയാണ് ഭക്തരെ വരവേൽക്കാറുള്ളത്. എത്രത്തോളം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. ചരിത്ര പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഏകദേശം 9:30-10 മണി വരെ നീണ്ടു നിൽക്കുന്ന മകം തൊഴലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളാണ് എത്തുന്നത്. ഒരു മകം തൊഴൽ പ്രാർത്ഥിച്ചാൽ അടുത്ത മകം തൊഴലിന് മുൻപായി ആ കാര്യം സാധിക്കുമെന്നൊരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. ദേവി അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ഭക്തർക്ക് നൽകുമെന്ന വിശ്വാസമാണ്. അങ്ങനെ ആഗ്രഹം സാധിച്ചവരാണ് എല്ലാ വർഷവും മകം തൊഴലിനായി ഇവിടെ എത്തുന്നത്. അത് ഈ എറണാകുളം ഭാഗത്ത് നിന്നുള്ളവർ മാത്രമല്ല, ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ, ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എല്ലാ തവണയും കൃത്യമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ വിശ്വാസമാണ് ചോറ്റാനിക്കര അമ്മയെ. അങ്ങനെ ഇന്ന് മകം തൊഴലിന് വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് ഇത്തവണയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കടുത്ത ചൂടാണ്, നമുക്കറിയാം. ഉച്ച സമയത്ത് പ്രത്യേകിച്ച് ഈ 10 മണി മുതൽ 5 മണി വരെ എന്ന് പറയുന്നത് വലിയൊരു ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്താണ് ഭക്തർ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നത്. 10 മണി മുതൽ ഏകദേശം 9 മണി മുതൽ തന്നെ ഈ ക്യൂ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ നമുക്ക് ആ മകം തൊഴലിന് വേണ്ടി ദേവിയെ ദർശിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ആ 9 മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ആ ചൂടൊക്കെ കണക്കിലെടുത്ത് വലിയ സജ്ജീകരണങ്ങളാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. പന്തൽ കെട്ടിയിട്ടുണ്ട്. ആ പന്തലിന് കീഴിൽ വെയിൽ കൊള്ളാതെ ഭക്തർക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കുടിവെള്ളം, പ്രാഥമിക ചികിത്സ, പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഈ ചൂട് കാരണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടാൽ പെട്ടെന്നൊരു ചികിത്സ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ എല്ലാവിധത്തിലും ഭക്തർക്ക് സൗകര്യപ്രദമായി ദേവിയെ ദർശിച്ച് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വലിയൊരു തിരക്ക് അനുഭവപ്പെടും. ഇത്തവണ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ദേവസ്വം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ഓരോ പൂജകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രാവിലെ ദേവിയെ ദർശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു 12 മണിയോടുകൂടി ഈ ഭക്തരെ എല്ലാം ഇവിടെ നിന്ന് അമ്പലത്തിന്റെ ചുറ്റും, ഈ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് നിർത്തും. അതിനുശേഷം 2 മണിക്ക് മാത്രമായിരിക്കും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരുക്കമാണ് ഇത്തവണയും ചോറ്റാനിക്കര അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു രാവിലെ 5:30-ന് ദേവിയെയും ശാസ്താവിനെയും ഓണക്കുറ്റിച്ചിറയിലേക്ക് എഴുന്നള്ളിക്കും. ആ ചടങ്ങ് രാവിലെ കഴിഞ്ഞു. ആറാട്ടും ഇറക്കിപ്പൂജയും കഴിഞ്ഞായിരിക്കും പറയെടുപ്പ്. അതിനുശേഷമായിരിക്കും മകം എഴുന്നള്ളിപ്പിനായി നട അടയ്ക്കുക. ആ സമയത്താണ് ദേവിയെ അലങ്കരിക്കുക. ആ അലങ്കാരത്തിന് ശേഷമാണ് അമ്പലം തുറന്നുകൊടുത്ത് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് കാണാം, ആളുകൾ രാവിലത്തെ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ഇവിടെ കാണുന്നുണ്ട്. ഇതിപ്പോ ചെറിയ ക്യൂ ആണ്, ഇതല്ല ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ കാണുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യൂ തന്നെ ആയിരിക്കും. വലിയ രീതിയിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വന്നവർ രാവിലെ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ വന്ന് സ്ഥലം പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഭക്തരോടൊക്കെ തന്നെ ചോദിക്കാം. ഇവര് എല്ലാ വർഷവുമൊക്കെ ഇവിടെ വരുന്നവരൊക്കെ തന്നെയാണ്. ചേച്ചി, എവിടെന്നാ വരുന്നേ? ഞാന് പാലക്കാട്, ആലത്തൂര്. എല്ലാ വർഷവും വരാറുണ്ടോ? ദേവി അത്ര വിശ്വാസമാണ്. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നു. എത്രാമത്തെ പ്രാവശ്യം വരുന്നേ? ഇത് ഏഴാമത്തെ. അല്ല, എത്രാമത്തെ പ്രാവശ്യം? ഏഴാമത്തെ പ്രാവശ്യമാണ്. ചേച്ചി എവിടെന്നാ വരുന്നത്? ഞാൻ ആലപ്പുഴ. എല്ലാ വർഷവും വരാറുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ്? ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടുള്ളത്. ഇന്ന് പിറന്നാളാ എന്റെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഉച്ച ഇത് കഴിഞ്ഞിട്ടേ പോകും, നിന്നിട്ടേ പോകത്തുള്ളൂ. ഇന്ന് രാവിലെ എത്തി. അല്ല, ഞാൻ തിരുവല്ല. 3ാമത്തെ പ്രാവശ്യം അടുപ്പിച്ച്. മലപ്പുറത്തുനിന്നാണ്.
കുളത്തൂര് എന്ന ദേശത്ത് എല്ലാ വർഷവും വരും. ഇടയ്ക്കൊക്കെ വരുള്ളൂ, എല്ലാ വർഷവും ഒന്നുമില്ല. പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട്. ശബരിമല സീസണിൽ എല്ലാ കൊല്ലവും വരുന്നുണ്ട്. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുന്നുണ്ട്. ശരി. ഞാൻ കോഴിക്കോട് ഫാമിലി ആയിട്ടാണോ? അല്ല, ഞാൻ പോലീസിലാണ്. ഡ്യൂട്ടി വന്നോണ്ട് കയറുന്നുണ്ട്. എല്ലാ വർഷവും ഡ്യൂട്ടി ഇടാറുണ്ടോ? ഇല്ലല്ല, ആദ്യമായിട്ടാണ്. ശരി. അങ്ങനെ അഭിലാഷ്, നമ്മളിപ്പോൾ സംസാരിച്ചവരെല്ലാവരും തന്നെ പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെ പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ്. 7ഉം 8ഉം പ്രാവശ്യം വന്ന് തൊഴുതു മടങ്ങുന്നവരുണ്ട്. ഇവരുടെ ഒക്കെ വിശ്വാസം, ഇവരൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവിടെ വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദേവി സാധിച്ചു കൊടുക്കുമെന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു മകം തൊഴുത് പിന്നീട് അടുത്ത മകം തൊഴുന്നതിന് മുൻപ് ആ ദേവി അവരുടെ ആ കാര്യം സാധിച്ചു നൽകുമെന്നൊരു വിശ്വാസം. അങ്ങനെ ആ വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാ വർഷവും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ഈ ആളുകൾ എത്തുന്നതിന്റെ എണ്ണം അത് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ആദ്യമൊക്കെ തിരക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും അത് ദേവസ്വം വകുപ്പിന് പോലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പോലും നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്കായി മാറുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നിയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഈ ചൂടൊക്കെ കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും 2 മണിയോടുകൂടിയാണ് അഭിലാഷ് ചോറ്റാനിക്കര മകം തൊഴല്. സൂചിപ്പിക്കുന്ന പോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോറ്റാനിക്കര മകം സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ദിവസം എന്നുള്ളതാണ്. മാത്രമല്ല ഈ മകം തൊഴൽ എന്നതിൻ്റെ ഒരു സമയമുണ്ട്. അതുവരെ ചില തീർത്ഥാടകരെങ്കിലും അതിനുശേഷം മാത്രമേ തൊഴാൻ തയ്യാറാവുകയുള്ളൂ. ഇപ്പോൾ നവമി സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോഴും ക്ഷേത്രത്തിൽ നിരവധിയായ ഭക്തരുണ്ടെങ്കിലും ഈ മകം തൊഴൽ എന്ന സമയത്തിന് ശേഷം മാത്രം തൊഴുക. ആ നിലയിൽ എത്തുന്ന തീർത്ഥാടകർ ആണുള്ളത്. അവർക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ തൊഴാനായി ക്ഷേത്രത്തിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ നിര ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പലരും പലയിടങ്ങളും കൈക്കലാക്കി വെച്ചിരിക്കുന്നു. കാരണം ഇതിനുശേഷം നിരവധിയായ ഭക്തരിങ്ങനെ എത്തുകയും വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും.